ഇന്ന് ഞങ്ങൾ പോണത് പെരിന്തൽമണ്ണല്ല നെസ്റ്റോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടായൊരു പോക്ക്. ഞാനും അനിയത്തി മാളിക്കുന്ന് വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്നാണ് ഈ പോണത്. അനിയത്തി വന്നിട്ടില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞാനും ഉമ്മയും നാത്തൂനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ചെറിയ മോളായതുകൊണ്ട് തന്നെ ഈ മഴ കാരണം കുട്ടിനെയും കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്നും പറഞ്ഞിട്ട് അവൾ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ബസ്സിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഏകദേശം 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് കയറിയേക്കാൻ ഇവളത് അവളെ ജോലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ സാധനം എടുത്തോണ്ടത് വാങ്ങിക്കൊണ്ട് വെച്ചെന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ നിയമോള് ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പിമ്മയും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു, പക്ഷെ റേറ്റ് കുറച്ച് ഓവറായിരുന്നു. അതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് ഞങ്ങൾ വന്നത് ഈ ഒരു ഹാൻഡ് ബാഗിന്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കളക്ഷനുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ റേറ്റ് നോക്കിയപ്പോൾ 3000 സംതിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് മെല്ലെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു സെക്ഷനിൽ എല്ലാ ബാഗുകൾക്കും 2000-ന്റെ മേലെ റേറ്റ്. പിന്നെ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ കണ്ടാൽ വാങ്ങിക്കാനല്ലാതെ തോന്നൂല കേട്ടോ. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പിന്നെ നമ്മളെ കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ചല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞങ്ങളും പെറുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഈ പാത്രങ്ങളുടെ സെക്ഷൻ എത്തിയപ്പോഴാണ് ഞാനും ഉമ്മയൊക്കെ ഒന്ന് സ്റ്റെക്കായിട്ട്. പിന്നെ ഈ പാത്രങ്ങൾ കണ്ടിട്ടേ ഇമ്മക്ക് ഇതൊന്നും ഒരു സെറ്റ് വാങ്ങിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ബസ്സിലായത് കൊണ്ട് തന്നെ എങ്ങനെ കൊണ്ടുപോകുന്നില്ല കൺഫ്യൂഷൻ കേട്ടെ. ഇമ്മാനെ കൊണ്ട് അത് മെല്ലെ അവിടെ തന്നെ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിളിന്റെ സെക്ഷനിലേക്കാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ഇതുവരെ കാണാത്ത ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഇവിടെ ഉള്ളിൽ കയറിയ തന്നെ ടൈം പോയതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡിന്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് എല്ലാവർക്കും ഓരോ കുപ്പി ജ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് വാങ്ങിച്ചത് ഈ ഒരു നൂഡിൽസും പിന്നെ ഈ ഒരു സ്വീറ്റ്സും ആണ്. ഈ സ്വീറ്റ്സിന്റെ പേര് എനിക്ക് ഓർമ്മ. പിന്നെ കുറച്ച് ബിരിയാണിയും പിന്നെ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് ബീഫും അങ്ങനെ പിന്നെയും 1-2 ഐറ്റങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിച്ച എല്ലാ ഫുഡും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ വയറ് നിറച്ച് കഴിക്കാനുള്ളതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാറ്റിന്നും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇത്തിരിച്ച മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുഡ് വാങ്ങിക്കാനും അതുപോലെ തന്നെ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ ബില്ലടിക്കണോ അടുത്ത് പുടുത്തം വിട്ട തിരക്കായിരുന്നു. ഞങ്ങൾ തന്നെ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ ബില്ല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളെ സാധനം വാങ്ങിച്ച് പുറത്തിറങ്ങി നോക്കിയപ്പോഴല്ലേ പുടുത്തം വിട്ട മഴ. പിന്നെ എന്താ ചെയ്യാന്ന് അറിയാതെ കുറച്ചേരൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വയറ് നിറച്ച് കഴിക്കാത്തോട്ട് തന്നെ വിശപ്പുണ്ട്. ഞാൻ വെറും ചോറ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർക്കൊക്കെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഓരോ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയക്ക് വണ്ടി കയറി 4 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണിത്. അധികമൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ എല്ലാവരും ചില്ലറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയും മക്കളൊന്നും ഞങ്ങളെ കൂടെ പോരാത്തോട്ട് തന്നെ ഓൽക്കുള്ളതൊക്കെ ഞങ്ങൾ പാർസലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാർസൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ചോക്ലേറ്റിന്റെ കേക്ക് മക്കളൊക്കെ പാടെ കൂടിയിട്ട് അത് അപ്പം തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.